പോളിംഗ് ബൂത്തിൽ പിണങ്ങി മാറിയ അൻവറിനെയാണ് കാണാൻ കഴിഞ്ഞത്. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും സൗഹൃദത്തിൽ അതൊന്നും കാണിക്കരുത് എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ലക്ഷണം. എന്നാൽ അൻവറിന് ആ ലക്ഷണമില്ല. കാരണം ആര്യാടൻ ഷൗക്കത്ത് വന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി കയ്യും കെട്ടി മാറി നിന്ന അൻവറിനെയാണ് പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇത്ര നിസാരക്കാരനായ ഒരു നേതാവാണോ MLA ആകാൻ പോകുന്നത്? സ്വരാജും ഷൗക്കത്തും സൗഹൃദം പങ്കിടുന്നതും കാണാമായിരുന്നു. അൻവറിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. എങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് പണ്ടുപണ്ട് കഴിഞ്ഞെടുക്കാൻ എങ്ങനെ അല്ല ആര്യാടൻ ഷൗക്കത്ത് ആ ബോർഡുമൊക്കെ നോക്കിയാൽ മതി. ഗവൺമെന്റ് ഒന്ന് ആ ക്യാമറ ഞങ്ങൾ അങ്ങോട്ട് ചിരിക്കും. ഗവൺമെന്റ് മാധവൻ വെക്കേഷൻ 30 കോടി റുപ്യ ചിലവാക്കിയ സ്കൂളത്. 30 കോടി റുപ്യ നിലമ്പൂരിൽ ചിലവാക്കിയ 22 കോടി റുപ്യൻ്റെ ഗ്രൗണ്ടാണ്, ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതിൻ്റെ സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ. ഈ നിൽക്കുന്ന കെട്ടിടം മുഴുവൻ പൊളിച്ച് പണിതാ PV അൻവർ. അത് മതി ഇവിടെ, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. ഇവിടെ മേസ്തിരിപ്പണി എടുത്ത് നടക്കുകയായിരുന്നു. ഞാൻ മേസ്തിരിപ്പണി അറിയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓവാല ഉണ്ടാക്കണമെങ്കിൽ അതിനടിയിൽ പോയി നിൽക്കും PV അൻവർ. അവിടെ സിമെൻ്റ് ഉണ്ടോ കമ്പിട്ടിട്ടുണ്ടോ നോക്കാൻ. ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കും ഈ നാട്ടിലെ പൊതുസ്വത്ത് വിധേയമാകരുത് എന്ന് വിചാരിച്ച് നടന്നോനാ. അതിവിടെ നടക്കും. അല്ല മിണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞ ഷൗക്കത്തോടെ കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു. പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാ. അത് ധൃതരാഷ്ട്രാലിംഗനമാണ്, മനസ്സിലായില്ലേ? ആ ആലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല എന്നേ പറഞ്ഞുള്ളൂ. അല്ല അപ്പം എന്താ മനുഷ്യന്മാർ കൈ കൊടുക്കില്ല? ഞാൻ കൈ കൊടുത്തല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. പുള്ളി സിനിമ സ്റ്റൈലാണ്. എനിക്കത് വലിയ അഭിനയം പരിചയമില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല. ഇപ്പം രാവിലെ കെട്ടിപ്പിടിച്ചില്ലേ, രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ? ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സൗഹൃദം വളരെ നല്ലതാണ്. സൗഹൃദമൊക്കെ ആവാം. അത് എന്താ വെച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിന്റെ ഭാഗമല്ല, മനസ്സിലായില്ലേ? അവിടെ വ്യത്യാസമുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. തമ്മിൽ കണ്ടുമുട്ടുകയും ആസ്ഥാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനല്ല എന്താ ഒരു ജ്യേഷ്ഠനല്ലോ. ഒന്ന് ഒളിഞ്ഞ പിണറായി, ഒന്ന് തെളിഞ്ഞ പിണറായി. അവർക്കെന്താ ആരെങ്കിലും ചെയ്യുന്നതിന് സ്വാഭാവികമാണ്, അതെല്ലാവർക്കും അറിയാലോ. അതിന്റെ പേരിലാണ്. PV അൻവർ എന്തുകൊണ്ടാണ് ആലിംഗനം ചെയ്യാത്തത്? അദ്ദേഹത്തിന്റെ അത് സൗഹൃദമല്ല. അദ്ദേഹത്തിന്റെ ആലിംഗനത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആലിംഗനത്തിന് വിധേയമായതൊക്കെ സ്ഥിതി നമുക്കറിയാം, മനസ്സിലായില്ലേ? ഞാൻ ഹസ്തദാനം ചെയ്തല്ലോ, ഇറ്റ്സ് ഇനഫ്. അതെന്താണ് ഒരു മെസ്സേജ് കൺവേയിങ്. അതിലപ്പുറത്തേക്കുള്ളത് അത് വേണ്ട. സ്വരാജിനോട് വേണ്ട. അല്ലല്ല, സ്വരാജിനോട് ആ നിലപാടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വരാജ് ആ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. ഞാൻ ആവാതിരിക്കട്ടെ. കാരണം ഇന്നത്തെ ആലിംഗനം കൊണ്ട് ഇനി സ്വരാജിന് എന്താ സംഭവിക്കാനല്ലേ എനിക്കറിയില്ല. ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ.